എന്തിന് ഈ ഫയലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മേയർ ചേച്ചി വാ തുറക്കാത്തത്? ആ പാർവതി പുത്തനാറിൽ പോകുന്നതിന് എൻ്റെ പ്രോപ്പർട്ടിയിലൂടെയാണ് ഒരു ഓട സ്ഥാപിച്ചിരിക്കുന്നത്. ആ പരിസരത്തുള്ളവർക്കെല്ലാം ഡെങ്കികൾ കൊണ്ട് സഹിയിട്ട് അവർ പലരും രോഗികളായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവർക്ക് വേണ്ടി കൂട്ടുനിൽക്കുകയാണ്. അതുകൊണ്ട് എന്തിനാണ് മകളെപ്പോലെ മേയറെ സംരക്ഷിക്കുന്നത്? പിണറായി വിജയൻ എന്നുള്ളൊരു മുഖ്യമന്ത്രി ഇവിടെ ഭരിക്കുമ്പോൾ സ്വേച്ഛാധിപതിയെ പോലെയാണ് ഭരിക്കുന്നത്. തിരുവനന്തപുരം മണക്കാട് സ്വദേശി ഷാൻ, അമ്മയോ അച്ഛനോ കൂടപ്പിറപ്പുകളോ മറ്റാരും തന്നെ ഇല്ലാത്ത അനാഥനായ ഷാന് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നുണ്ടായ ഒരു ദുരനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന വസ്തു ഇന്നും ഭൂമി കരം അടച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ലാസ്റ്റായിട്ട് അടച്ചത് 2021 അത് കരമടച്ച റെസിപ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ റോഡ് വികസനത്തിൻ്റെ പേരിൽ കോർപ്പറേഷൻ ഇദ്ദേഹത്തിൻ്റെ വസ്തു ഏറ്റെടുത്തു എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത്ര ലക്ഷം രൂപ അന്ന് കൺവീൻസ് ചെയ്ത് സമ്മതപ്രകാരമുള്ള ഒരു ഇതിൽ ഇരിക്കുമായിരുന്നു. പക്ഷേ എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ പേയ്മെൻറ്റ് കൊടുക്കുകയോ ഒന്നും ചെയ്യാതെ ഈ വസ്തു കോർപ്പറേഷൻ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിലൂടെ മലിനജലം ഒഴുക്കിവിടുന്ന ഓട നിർമ്മാണമൊക്കെ നടത്തി. ഇപ്പോൾ ഷാനിന് വസ്തുവുമില്ല, ഇവർ പറഞ്ഞിട്ടുള്ള കാശൊന്നും തന്നെ ഇല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കോർപ്പറേഷനോട് നീതിപൂർണ്ണമായിട്ടുള്ള എന്തെങ്കിലും ഒരു തീരുമാനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹം ഇങ്ങനെ സമരങ്ങളും അല്ലെങ്കിൽ മുഖ്യമന്ത്രി കാണാനും എല്ലാമായിട്ട് ഇങ്ങനെ ഒറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒറ്റയാൾ പോരാട്ടത്തിനെ കുറിച്ച് അദ്ദേഹം തന്നെ നമ്മളോട് നേരിട്ട് സംസാരിക്കുന്നതാണ്. എന്താണെന്ന് നോക്കാതെ. എൻ്റെ പേര് ഷാൻ. എവിടെ താമസം? ഞാൻ മണക്കാടാണ് താമസിക്കുന്നത്. ശരിക്കും ഷാൻ്റെ പ്രശ്നം എന്താണെന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. ഞാൻ ഒരു 9 വർഷത്തോളം കാലമായി ഈ കോർപ്പറേഷനുമായിട്ട് നിയമ നടപടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 10-40 വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ഒരു 4.5 സെൻറ്റ് സ്ഥലം പുത്തമ്പള്ളി പരുത്തിക്കുഴിയിലുണ്ട്. ആ സ്ഥലമല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല. അവകാശിയായിട്ട് ഞാൻ ഒരാളേ ഉള്ളൂ. എൻ്റെ ഫാദറും മദറും ആണ് അവകാശികൾ. ഒരു 43 വർഷം നിയമ പോരാട്ടം നടത്തി 2021 എൻ്റെ മദർ മരിച്ചു. 27 ദിവസം കഴിഞ്ഞപ്പോൾ ഫാദർ മരിച്ചു. അതിനുശേഷം 9 വർഷത്തോളം കാലം ഞാൻ നിയമ പോരാട്ടങ്ങളുടെ നടുവിലാണ്. അതിനപ്പുറം ഞാൻ അനുഭവിക്കുന്നത് ഒരു ഭരണകൂട ഭീകരതയാണ്. കാരണം ഒരു ഒറ്റയാളായതുകൊണ്ട് എനിക്ക് അവകാശികളില്ലാത്തത് കൊണ്ടും എനിക്ക് ഒരു പാർട്ടിയുടെ സംവിധാനം ഇല്ലാത്തത് കൊണ്ടും ഇന്നിരിക്കുന്ന ഭരണം അവരുടെ സ്വേച്ഛാധിപത്യം മാത്രമാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ആവശ്യം 2017 കളക്ടർ ഒരു മിനിറ്റ്സ് പാസ്സാക്കി എൻ്റെ പ്രോപ്പർട്ടിക്ക് കോമ്പൻസേഷൻ തരണം, അല്ലെങ്കിൽ എൻ്റെ പ്രോപ്പർട്ടി സ്വകാര്യ വസ്തുവായി എനിക്ക് വിട്ടുതരണം എന്നുള്ള മിനിറ്റ്സ് പാസ്സാക്കി. അന്നിരുന്ന സെക്രട്ടറി ഒഫീഷ്യലായി രാജിവെച്ച് പോയതുകൊണ്ട് 2029 23 വയസ്സുള്ള മേയർക്ക് ആ ഫയൽ ഫോർവേഡ് ചെയ്തു ഒപ്പിട്ട് ഇതാണ് ഫയൽ നമ്പർ. ഈ ഫയൽ നമ്പർ 9 വർഷത്തോളം കാലമായി നടപടികൾ നടന്നു വരുന്നു. അതിൻ്റെ നടപടികൾ എടുത്തു വരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നടപടി വരും. ഇതിലാണ് 45 lakhs ഉള്ളത്. ഓൾമോസ്റ്റ് നിരന്തരം എൻ്റെ വസ്തു ഒരു സൈഡ് വാള് കെട്ടിയിട്ടില്ലായിരുന്നു. അന്ന് കാശില്ലാത്തതുകൊണ്ട് നിരന്തരം ആൾക്കാർ അത് നടന്നുപോയി ഒരു വഴിയാക്കാൻ ശ്രമിച്ചു. ക്രമേണ മൊത്തം 4.5 സെൻറ്റ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ ഞങ്ങളുടെ ഒരു പ്രോപ്പർട്ടി ആർക്കും ഇതുവരെ എൻ്റെ കൺസൈൻമെൻറ്റിലോ എൻ്റെ ഫാദറിൻ്റെ കൺസൈൻമെൻറ്റിലോ രേഖാമൂലം ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല. 2021 വരെ ഞങ്ങൾ കരമടച്ചുകൊണ്ടിരുന്നു, ഞങ്ങളുടെ കൈവശത്തിലിരുന്നു. ഈ പാർട്ടി സ്വാധീനങ്ങൾ വെച്ച് അവരുടെ വോട്ട് ലാഭത്തിന് വേണ്ടി എൻ്റെ സ്വകാര്യ വസ്തു വോട്ടാക്കുന്നതിന് വേണ്ടി മൊത്തത്തിൽ അപഹരിച്ച് എല്ലാ മാറി വന്ന സെക്രട്ടറിമാർ 2004 വരെ മുതലുള്ള സെക്രട്ടറിമാർ പറയുന്നു ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടി ആവശ്യമില്ല. കോടതിയുടെ എല്ലാ ഫൈൻഡ് ഔട്ടും ഉണ്ട്. എൻ്റെ വസ്തുവിൽ അതിക്രമിച്ച് കയറാൻ പാടില്ല, അനാവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല. ഞങ്ങൾ ഒരു രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല എന്ന് 2004 മുതലേയും ഇപ്പോൾ ഇരിക്കുന്ന മേയറും സെക്രട്ടറിയും എല്ലാം രേഖാമൂലം എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് 45 lakhs എൻ്റെ പ്രോപ്പർട്ടിക്ക് കോമ്പൻസേഷൻ തരണമെന്ന് 2017 പോയിട്ടുള്ള ഫയൽ 2019 മേയർ പാസ്സാക്കി ടൗൺ പ്ലാനിങ്ങിന് വിട്ട ഫയൽ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഈ 45 ലക്ഷം രൂപ എന്തിനാണ് തരുന്നത് എന്നുള്ളതാണ്. എൻ്റെ പ്രോപ്പർട്ടിക്ക് കോമ്പൻസേഷൻ ആയിട്ടാണ് സർക്കാർ ഏറ്റെടുക്കുകയാണെന്നുള്ളത്. സർക്കാർ പൊന്നുവില കോർപ്പറേഷൻ ഏറ്റെടുക്കണം, ഇല്ലെങ്കിൽ പ്രോപ്പർട്ടി എനിക്ക് വിട്ടുതരണം. ഇതാണ് ആ മിനിറ്റ്സിലുള്ളത്. ആ മിനിറ്റ്സിന് മുന്നേ ഒരു ഫയലാക്കി ആ ഫയലിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ എന്തെല്ലാം ഏതൊക്കെ ദിവസങ്ങൾ മീറ്റിംഗ് കൂടിയിട്ടുണ്ട്, എന്താണ് അതിലെ കോമ്പൻസേഷൻ റിക്കാർഡിക്കലി. പക്ഷേ കളക്ടറേറ്റിൽ അത് ഫയൽ പിടിക്കാതെ ഒരു മിനിറ്റ്സ് മാത്രം കൂടിയാണ് കോർപ്പറേഷൻ അയച്ചിരിക്കുന്നത്. 23 വയസ്സുള്ള ഒരു മേയറിന് അത് ഫോർവേഡ് ചെയ്യുമ്പോൾ 43 പ്രാവശ്യങ്ങൾക്കപ്പുറം എൻ്റെ ഫാദർ ഞാൻ റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് ചോദിച്ചു.
പുള്ളിക്കാരി എന്തുകൊണ്ട് റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് തരുന്നില്ല? ഞാൻ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി അനുമതി ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുകയാണ്, വേണ്ട, അത് സമയമായിട്ടില്ല, ആ ഫയലിൻ്റെ തീരുമാനം വരട്ടെ എന്ന്. എൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വാ തുറക്കണം. എൻ്റെ ബഹുമാനപ്പെട്ട മേയർ ചേച്ചി ഒന്ന് വാ തുറക്കണമെന്നാണ് പറയുന്നത്. എന്തിന് ഈ ഫയലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മേയർ ചേച്ചി വാ തുറക്കാത്തത്? ഈ ഫയൽ അദാലത്തിൽ വെക്കണമെന്ന് പറഞ്ഞു. 9 വർഷത്തോളം കാലം അദാലത്തിൽ വെക്കാമെന്ന് പറഞ്ഞ് ഈ കഴിഞ്ഞ മാസം അദാലത്തിൽ വെക്കുമെന്ന് വിചാരിച്ച് ഞാൻ പോയപ്പോൾ എന്നോട് പറയാണ്, ഫോൺ വരുന്നു, എനിക്ക് മീറ്റിംഗ് ആണ്, എനിക്ക് പോയേ പറ്റുമത്തുള്ളൂ എന്ന്. ഈ 9 വർഷത്തോളം കാലം ഒരു ഫയൽ മുക്കിയിട്ടില്ല, ആ ഫയലിൽ നിന്ന് ഒന്നും അപഹരിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എനിക്ക് മറുപടി തരുന്നില്ല? എന്നോടിപ്പോൾ പറയാണ് പുതിയ ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാമെന്ന്. പുതിയ ഫയൽ ചോദിച്ചില്ലായിരുന്നു? ഇങ്ങനെ പുതിയ ഫയൽ അതിന് നടപടി എടുക്കാമെന്നുള്ളതാണ്. എൻ്റെ നടപടി ഓൾമോസ്റ്റ് പൂർത്തീകരിച്ചു കഴിഞ്ഞു. എനിക്ക് എന്ത് തരണമെന്നും അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് 2021 വീണ്ടും എൻ്റെ പ്രോപ്പർട്ടിയിൽ അതിക്രമിച്ച് കയറുന്നത്. അത് സ്വകാര്യ വസ്തുവാണ്, ഞാൻ ടാക്സ് അടച്ചുകൊണ്ടിരിക്കുന്ന വസ്തു. അവിടെ ഒരു 46 അടി മീറ്റർ നീളത്തിലൊരു ഓട സ്ഥാപിച്ചു. ആ ഓടയിൽ കൂടെ ഇപ്പോൾ പോകുന്ന എന്താണ്? മലിനജലമാണ്, വെറും വാട്ടർ കണക്ഷൻ അല്ല. അതിനപ്പുറം ഡ്രെയിനേജ് വേസ്റ്റ് പോകുന്നുണ്ട്, വേസ്റ്റ് വെള്ളം പോകുന്നുണ്ട്. വീടുകളുടെ കംപ്ലീറ്റ് ഡ്രെയിനേജ് പരാതി കൊടുത്തില്ലേ? മാലിന്യങ്ങൾ കംപ്ലീറ്റ് പോകുന്ന പാർവതി പുത്തനാറിനെ നശിപ്പിക്കാനാണ്. ആ പാർവതി പുത്തനാറിൽ പോകുന്നതിന് എൻ്റെ പ്രോപ്പർട്ടിയിലൂടെയാണ് ഒരു ഓട സ്ഥാപിച്ചിരിക്കുന്നത്. ആ പരിസരത്തുള്ളവർക്കെല്ലാം ഡെങ്കികൾ കൊണ്ട് സഹിയിട്ട് അവർ പലരും രോഗികളായി. ഇതൊന്നും കോർപ്പറേഷനിലൊരു സ്ക്വാഡുണ്ടോ, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഇവർക്ക് അറിയണ്ട. എല്ലാ നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവർക്ക് വേണ്ടി കൂട്ടുനിൽക്കുകയാണ്. അതുകൊണ്ട് എന്തിനാണ് മകളെപ്പോലെ മേയറെ സംരക്ഷിക്കുന്നത്? 23 വയസ്സുള്ള മേയറെ ഈ അധികാര പന്തായത്തിൽ കൊണ്ടുവന്ന് കസേരയിൽ ഇരുത്തിയതിൻ്റെ ഉദ്ദേശം എന്താണ്? ഞാൻ മനസ്സിലാക്കുന്നത് കറങ്ങുന്ന ചലിക്കുന്ന ഒരു പാവ. അങ്ങോട്ട് തിരിയാൻ പറയുമ്പോൾ അങ്ങോട്ട് തിരിയാനേ, ഇങ്ങോട്ട് തിരിയാൻ പറയുമ്പോൾ ഇങ്ങോട്ട് തിരിയാനേ എന്ന് പറയുന്ന ഒരു പാവയാണ് അവർ സൃഷ്ടിച്ചു വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ എത്രയോ ക്വാളിഫൈഡ് ആയിട്ടുള്ള B.Ed, M.Ed, ഡിഗ്രിയും MA ഉള്ള ആൾക്കാരുണ്ട്. അവരെ എന്തുകൊണ്ട് ആ പദത്തിൽ കൊണ്ടുവരുന്നില്ല? ഇവർ പറയുന്ന അഴിമതികൾക്ക് തലയാട്ടുകയും ഇവർ പറയുന്ന അഴിമതികൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന ഒരു പാവയാണ് അവർക്ക് ആവശ്യം. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകളെപ്പോലെ ഈ മേയറെ സംരക്ഷിക്കുന്നത്. ആ മേയർ എന്തെങ്കിലും തത്വചിന്തകമായി പാർട്ടിക്ക് അതീതമായി അല്ലാത്തൊരു കാര്യം എടുക്കുമ്പോൾ എന്തുകൊണ്ട് ചോദിക്കാൻ കഴിയുന്നില്ല? അവർ ചെയ്യുന്നത് ഇവർ കണ്ണടയ്ക്കുന്നുണ്ട്, ഇവർ ചെയ്യുന്നതെല്ലാം കണ്ണടച്ചേ പറ്റത്തുള്ളൂ. അല്ല, നിങ്ങളുടെ വസ്തുവിൽ ഈ ഓട നിർമ്മിച്ചു എന്ന് പറഞ്ഞല്ലോ, അതിക്രമിച്ച്. അതെ. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് കൊണ്ടുവന്ന് പരാതി കൊടുത്തില്ല? ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി എൻ്റെ ഫാദർ മരിച്ചതിന് ശേഷം ഞാൻ കൊടുക്കുമ്പോൾ ഇപ്പോൾ നമ്മളെ എന്താ പറയുക, അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ എൻ്റെ ഭരിക്കുന്നത്. പോലീസ് കേസെടുക്കാൻ തയ്യാറല്ല. അവിടെ ഈ കംപ്ലീറ്റ് കോർപ്പറേഷൻ മേയർ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളെല്ലാം ചെയ്യിപ്പിക്കുന്നത് CPM എന്ന് പറയുന്നൊരു സലീം സഖാവിനെ വെച്ചിട്ടാണ്. എൻ്റെ അറിവിൽ അദ്ദേഹത്തിന് ഒരു ജോലിയോ കുടുംബപരമായിട്ട് ആസ്തിയോ ഒന്നുമില്ല. കുനിഞ്ഞൊരു കുപ്പ എടുത്തത് എൻ്റെ അറിവിലില്ല. ഞാൻ അദ്ദേഹത്തിന് ആക്ഷേപിക്കുന്നതല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനുമായിട്ട് ഇത് നിങ്ങൾ കൊടുത്ത പരാതി സ്വീകരിച്ചില്ല പോലീസ് സ്റ്റേഷൻ സ്വീകരിച്ചില്ല. ഇതിനെക്കുറിച്ചുള്ള കേസ് കോടതിയിൽ നടക്കുമല്ലേ? കേസ് സിവിൽ കേസായിട്ടുള്ളത് ഇല്ല, ഇപ്പൊ ക്രിമിനൽ കേസ് മാത്രമേ ഉള്ളൂ. ഞാൻ കോടതിയെ സമീപിച്ചപ്പോഴാണ് ഇവർക്കെതിരെ കേസെടുക്കാൻ തയ്യാറായത്. ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ കേസെടുക്കാൻ, ഞങ്ങൾക്ക് കോടതിയുടെ ഉത്തരവുകൾ വേണം. നിരന്തരം എൻ്റെ പ്രോപ്പർട്ടിയിൽ അതിക്രമിച്ച് കയറുന്നു. 2012 മുതൽ ഞാൻ പറഞ്ഞില്ലേ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ പ്രോപ്പർട്ടി തിരിച്ച് മേടിച്ച് തരാം, നാട്ടുകാർ കയ്യേറത്തില്ല, നിങ്ങൾക്ക് വേണ്ട സംരക്ഷണം തരാമെന്ന് പറഞ്ഞ് 10.5 ലക്ഷത്തോളം രൂപ ഇരിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ CAമാർ എൻ്റെ ഫാദറിൻ്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് എവിഡൻസ് എൻ്റെ കയ്യിലുള്ളപ്പോൾ എന്തുകൊണ്ടൊരു വിജിലൻസ് അന്വേഷണം ചെയ്യുന്നില്ല? എൻ്റെ പ്രോപ്പർട്ടിയിൽ 2021 ആദ്യം ചെയ്ത അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷനാണ് ഓട, 23 ലക്ഷം രൂപയ്ക്ക്. കോടതിയിൽ പോയി ഞാൻ കേസെടുത്തപ്പോൾ അതിനെ മറയ്ക്കാൻ ടാർ ചെയ്ത് കളഞ്ഞു 10 ലക്ഷം രൂപയ്ക്ക്. 45 ലക്ഷം രൂപയും ഈ 23 ലക്ഷം രൂപയും ബാക്കി വന്ന 10 ലക്ഷം രൂപയും ഏത് ഖജനാവിൽ ആരുടെ പാക്കറ്റിൽ എങ്ങനെ പോയിന്ന് ഇവിടെ ഒരു വിജിലൻസ് സംവിധാനമില്ലേ? ഞാൻ പറയുന്നില്ലേ നേരത്തെ, ഇവിടെ പിണറായി വിജയൻ എന്നുള്ളൊരു മുഖ്യമന്ത്രി ഇവിടെ ഭരിക്കുമ്പോൾ സ്വേച്ഛാധിപതിയെ പോലെയാണ് ഭരിക്കുന്നത്. കാരണം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ സാധാരണക്കാരനായ എനിക്ക് അദ്ദേഹത്തിനെ കാണാനും എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അദ്ദേഹത്തിന് പറ്റുമായിരുന്നു. എന്തുകൊണ്ട് ബാക്കിയുള്ളവർ മൗനം സ്ഥാപിക്കുന്നു? കാരണം ഇവിടെ ഒരു തത്വചിന്തകമായ ആദർശമുണ്ടെങ്കിലും ആശയമുണ്ടെങ്കിലും ആ ആശയത്തിലല്ല ഭരിക്കുന്നത്. പിണറായി വിജയൻ ഭരിക്കുന്നത് പിണറായി വിജയൻ്റെ കുടുംബത്തിനും ഇവിടെ വരുന്ന ഊരാളുങ്കൽ സൊസൈറ്റിക്കും ബാക്കി പാർട്ടിക്കും വേണ്ടി മാത്രമാണ്. ബാക്കി നക്കാപ്പിച്ച വരുന്നത് ഏതെങ്കിലും മൂല വടക്കേപ്പുറത്ത് നിൽക്കുന്ന ഒരു ആദർശവും ആശയവും ഇല്ലാത്ത വെറും ലാഭമോഗ്യർക്ക് പറ്റുന്നതിന് വേണ്ടിയാണ് ഇവിടുത്തെ ഭരണ സംവിധാനം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കോടതിയിൽ പോയിട്ട് എന്തായിരുന്നു നടന്നത്? ഇന്ന് കോടതിയിൽ പോയപ്പോഴും പറയുന്നത് ഞങ്ങൾക്ക്
കേസെടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മേയർക്കെതിരെയുള്ള ഓർഡർ വേണം. ഇത്രയും വലിയ ഫയലുകൾ എൻ്റെ കയ്യിലിരിക്കുന്നു. ഈ ഫയലിൻ്റെ നമ്പറും ഈ ഫയലും പുറത്തു വിടാനാണ് ഞാൻ നിരന്തരം 9 വർഷം കൊണ്ട് ഓരോ പടികളും ഞാൻ കയറുന്നത്. ഇപ്പോൾ ഇരിക്കുന്ന നിയമ സംവിധാനങ്ങൾ ഈ ഫയലിനെ മുക്കി വെച്ച് പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ ജനങ്ങളോട് പറയുന്നത്, ഞാൻ ഫാദറില്ല മദറില്ല, എനിക്ക് വേറെ അവകാശികളൊന്നുമില്ല. ഞാൻ നാളൊരു കാലത്ത് ഈ പാർട്ടിയുടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ മരണപ്പെട്ടാലും ഈ ആശയങ്ങളും ആദർശങ്ങളും ഞാൻ ഉയർത്തിപ്പിടിച്ച ഈ ഫയലുകളും ഇന്ന് ജനസമൂഹത്തിൻ്റെ ഇടയിൽ ഉയർത്തി നിൽക്കണം. ഞാനൊരു പാർട്ടി ആദർശമോ ആശയവും കൊണ്ടല്ല ജീവിക്കുന്നത്. എനിക്ക് എൻ്റേതായ പ്രത്യയശാസ്ത്രമുണ്ട്. ഞാൻ അതിൽ ജീവിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഇന്ത്യ ഭരണഘടന അനുസരിച്ച് ഒരു തെറ്റല്ല. ഇവിടുത്തെ ഏറ്റവും വലിയ അഴിമതി എൻ്റെ സാധാരണക്കാരന് ഒരു നീതി, വലിയ കുത്തക മുതലാളിമാർക്കൊരു നീതി. അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്താണ്? ഇന്ന് വിഴിഞ്ഞം ഹാർബറിലെ അദാനിയുടെ ഒരു ഫയൽ കോർപ്പറേഷൻ്റെ അകത്ത് വരുമ്പോൾ ആ കോർപ്പറേഷൻ രാവിലെ 10 മണിക്ക് ഒരു ക്ലർക്ക് വന്ന് ജോയിൻ ചെയ്ത് ലഞ്ച് കഴിക്കുന്നതിന് 1 മണിക്ക് മുന്നേ ആ ഫയൽ പാസ്സായി അദാനിയുടെ കമ്പനിയിലോട്ട് തിരിച്ചു പോകുന്നു. 9 വർഷം കൊണ്ട് ഞാൻ ഈ ഫയൽ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ ഈ ഫയലിൻ്റെ ഒരു തീരുമാനങ്ങളും എന്തുകൊണ്ട് വരുന്നില്ല? ഞാനൊരു അദാനിയും അംബാനിയുടെ മകനല്ലാത്തത് കൊണ്ടാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ന് കോർപ്പറേഷൻ്റെ തിരിമറികൾ ഒന്നല്ല. ഇവിടെ തിരുവനന്തപുരത്ത് ഏറ്റവും വലിയൊരു കെട്ടിടമുണ്ട്, ബുർജ് ഖലീഫ മാതിരി ഒരു കെട്ടിടം. അത് കഴക്കൂട്ടത്താണ് സ്ഥിതി ചെയ്യുന്നത്. കോർപ്പറേഷൻ KMPR റൂൾ അനുസരിച്ച് കഴക്കൂട്ടം മാത്രമാണ് കോർപ്പറേഷൻ്റെ പരിധി. പക്ഷേ ഈ ബുർജ് ഖലീഫ ഇരിക്കുന്നത് വെട്ട് റോഡിലാണ്, അൽബുർമാൻ സ്കൂളിൻ്റെ നടയിലാണ്. അത് പൊളിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയിൽ ഒരു ഉത്തരവ് 3 പ്രാവശ്യം ഇൻഫോം ചെയ്തതാണ്. പക്ഷേ ഇന്നിപ്പോൾ കോടതിയിൽ നിന്ന് ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഇത് അവർക്ക് ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അത് എടുത്തു കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും നീക്കം നടത്താൻ പറ്റുമെന്നുള്ളതാണോ പറയുന്നത്? അങ്ങനെയല്ല. ഇപ്പോൾ അവരെന്നോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കളക്ടറുമായിട്ടൊരു ചർച്ച വെക്കാം. മേയർ, ഇത് പാർട്ടി വിഷയമല്ല, മേയറിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. നമുക്ക് കളക്ടറിൻ്റെ പറഞ്ഞത് എന്നെ ഇവിടെ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയുടെ PA ആണ് പറഞ്ഞത്, പേഴ്സണൽ സെക്രട്ടറി രാജേഷ് സാറിൻ്റെ സെക്രട്ടറി എന്നെ വിളിച്ചിരുന്നു. അപ്പം ഞാൻ അവരോട് ആവശ്യപ്പെട്ടത്, ഞാൻ വരാൻ തയ്യാറാണ്, പക്ഷേ നിങ്ങൾ എനിക്ക് രേഖാമൂലം ഈ ഫയലിനെ കുറിച്ച് സംസാരിക്കാനാണെന്ന് റിക്കാർഡിക്കലി ഒഫീഷ്യലി മെമ്മോറാണ്ടം എനിക്ക് തരണം. അല്ലാതെ ഞാൻ പോകുമ്പോൾ ഇവർ പഴയ ഫയലിനെ കുറിച്ച് പറയാതെ പുതിയ ഫയലിന് തീരുമാനം എടുക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു നിയമസംഹിത ഉണ്ട്. ആ നിയമസംഹിതയ്ക്ക് കീഴിലാണ് ഇവിടുത്തെ ജനാധിപത്യം എന്ന് മനസ്സിലാക്കാം. അല്ല, അങ്ങനെ മെമ്മോറാണ്ടം തന്നു കഴിഞ്ഞാൽ വിളിച്ച് പോയി സംസാരിച്ച് അതിനെന്താണെന്നുള്ളത് സംസാരിക്കാൻ പറ്റില്ലേ? അത് സംസാരിക്കുന്നതിന് ഞാൻ തയ്യാറാണ്, പക്ഷെ ഒഫീഷ്യലായിട്ട് എനിക്ക് തരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചില്ലേ? ഞാൻ വിവരാവകാശം 9 വർഷം കൊണ്ട് ചോദിച്ചാൽ കിട്ടാത്തൊരു കാര്യമായതുകൊണ്ടിട്ടല്ലേ ഇന്ന് ജനങ്ങളുടെ മുന്നിൽ ഞാൻ വരാൻ തയ്യാറ്. ഈ ജനങ്ങളുടെ മുന്നിലല്ലേ അവർ പറയേണ്ടത്. ഒരു അനാഥനായ ഒരാൾ, ആരും സംസാരിക്കാനില്ല, ഒരു പാർട്ടിയുടെ സ്വാധീനമില്ല എന്ന് പറഞ്ഞാൽ, ഞാനും ഒരു പൗരനാണ്. ഞാനും കേരളത്തിലും ഇന്ത്യയിലും ജീവിക്കുന്നു, വോട്ടവകാശമുള്ള ഒരാളാണ്. ഇന്ന് ഞാൻ ചോദിക്കുന്ന മറുപടികൾക്ക് ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് മറുപടി കിട്ടണം. എന്തുകൊണ്ട് ഇവർ മൗനം പാലിക്കുന്നു എന്നാണ്. മുഖ്യമന്ത്രി എന്തിന് അഴിമതിയെ സംരക്ഷിക്കുന്നു? ഇവിടുത്തെ പാർട്ടി സഹാക്കളില്ലേ? നല്ല ആദർശവും ആശയമുള്ള പാർട്ടി സഹാക്കൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെന്തുകൊണ്ട് പാർട്ടിക്ക് അതീതമായ അഴിമതി നടത്തുമ്പോൾ അവർ ചോദ്യം ചെയ്യാതെ ഇതിനെ മൂടി വയ്ക്കുകയും ഇത് ഷെയർ ചെയ്യാതെയും ശ്രമിക്കുന്നത്? ഇവിടെ ഉള്ള എൻ്റെ സാധാരണപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും എൻ്റെ അറിയുന്ന നാട്ടുകാരും അറിഞ്ഞുകൂടാത്ത നാട്ടുകാരും മാത്രമാണ് ഈ വാർത്തയെ ഷെയർ ചെയ്യുന്നത്. കാരണം പാർട്ടി സഹാക്കൾക്കറിയാം ഇതിലുള്ള അഴിമതി എന്താണെന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് എന്താണ്? ഞാൻ അഴിമതി കാണിക്കത്തില്ല, അഴിമതി രഹിത ഭരണമായിരിക്കും. രണ്ടാം പിണറായി സർക്കാരിന്, സാധാരണക്കാരന് ഈ കേരളത്തിനകത്ത് എന്ത് നീതിയാണ് ലഭിച്ചിട്ടുള്ളത്? ഞാൻ ഈ ഉച്ചവെയിലത്ത് ഈ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ വന്നിട്ട് ഈ ഫയൽ നമ്പർ പുറത്തു വിടണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? ഇത് ഏത് പാർവതി പുത്തനാറിലാണ് മുക്കിയത്? എല്ലാ ആദർശങ്ങളും ആശയങ്ങളും മനസ്സിനകത്ത് പറയുന്ന പാർട്ടി പ്രവർത്തകർ ധൈര്യപൂർവ്വം ചോദിക്കണ്ടേ? മുഖ്യമന്ത്രിയോട് ചോദിക്കണ്ടേ? പിണറായി വിജയൻ സഖാവിനോട് ചോദിക്കണ്ടേ? സഖാവെ, ഇതെന്തുകൊണ്ട് മകളെപ്പോലെ മേയറെ സംരക്ഷിക്കുന്നു? മേയർ കാണിച്ച അഴിമതികൾ ഈ ലോകത്ത് കണ്ണിൽ മുന്നേ തന്നെ ഉണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ബുർജ് ഖലീഫയെ പോലുള്ള ഉള്ളൊരു കെട്ടിടം കഴക്കൂട്ടത്ത് KMPR റൂൾ അനുസരിച്ച് കോർപ്പറേഷൻ്റെ പരിധിയിലല്ല. അതിരിക്കുന്നത് വെട്ട് റോഡിലാണ്, നികുഞ്ചൻ ഫ്ലാറ്റാണ്. ആ നികുഞ്ചൻ ഫ്ലാറ്റ് പൊളിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതി ഉത്തരവായി. പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട കോർപ്പറേഷൻ ചെയ്ത എന്താണ്? KMPR റൂൾ അനുസരിച്ച് ആ റൂളിനെ മാറ്റി വെട്ട് റോഡ് വരെ ആക്കി. കാരണം എന്താണ്? ഒരു കുത്തക മുതലാളിമാരുടെ നികുഞ്ചൻ ഫ്ലാറ്റ് നിലനിർത്തുന്നതിന് വേണ്ടി അവർ കോർപ്പറേഷൻ KMPR റൂൾ തിരുത്തി. അതായത് കഴക്കൂട്ടത്തെ പരിധി മാറ്റി വെട്ട് റോഡിലാക്കി. ഇപ്പോൾ സുപ്രീം കോടതിയിലോട്ട് അതിൻ്റെ ഉടയം പോയി അതിനെ നിയമപരമാക്കി അതിനെ നിലനിർത്തിയിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന അഴിമതികൾ എന്താണ്? ഒന്നും രണ്ടുമല്ല. ലുലു എന്ന് പറഞ്ഞ ഒരു മഹത്തായ കുത്തക മുതലാളിമാരുടെ ലുലു ഫ്ലാറ്റ്
അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി ഇരിക്കുന്നത് വെറും പുൽവയലായിരുന്നു. അവിടെ കെട്ടിടം നിർമ്മിക്കാനുള്ള അവകാശം മുന്നേ ഇരുന്ന ഓണർക്ക് കൊടുത്തിട്ടില്ല. പക്ഷേ കോർപ്പറേഷൻ എന്ത് ചെയ്തു? അത് വയലല്ല എന്ന് തിരുത്തി കൊടുക്കുകയും അവിടെ ലുലുവിൻ്റെ മഹാമന്ദിരം പണിയുകയും ചെയ്യുന്നു. ഇതെല്ലാം ഉയർത്തിക്കൊണ്ട് വരേണ്ടത് സഹാക്കളല്ലേ? അതെല്ലാം വാടച്ച് മുക്കി ഫയലാക്കി കൂട്ടിവെച്ചിരിക്കുന്നതിൻ്റെ കാര്യമുണ്ട്. അതിൻ്റെ കൂടെ ഇതും മുക്കിയതുപോലെ ഇതെന്തിനാണ് മുക്കി വയ്ക്കുന്നത്? ഞാനൊരു സാധാരണക്കാരനാണ്, അദ്ദേഹം ഒരു കുത്തക മുതലാളിയാണ്. ഇത്രയും പെട്ടെന്ന് ജനങ്ങളുടെ മനസ്സുകളിൽ ഈ ഫയൽ എത്തിക്കണം. എനിക്ക് വേണ്ടി ഈ ജനങ്ങളാണ് ചോദിക്കേണ്ടത്. ഫയൽ പുറത്ത് വിടണം, ഇതിൻ്റെ അഴിമതി പുറത്ത് കൊണ്ടുവരണം. ഇത് ജനങ്ങളുടെ പൈസയാണ്. എനിക്ക് വേണ്ടി സർക്കാർ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുമ്പോൾ ജനത്തിൽ നിന്ന് എടുക്കുന്ന പൈസയാണ് ഈ മൊത്തം ചിലവാക്കുന്നത്. ഞാനൊരു സാധാരണക്കാരനായതുകൊണ്ട് ഇത് ജനങ്ങളിലൂടെ ഇത് അറിയിക്കാനാണ് ഞാൻ എൻ്റെ മാധ്യമ സുഹൃത്തുക്കളെ ഞാൻ വിളിച്ചതും. ജനങ്ങളിത് മനസ്സിലാക്കി ഈ ഫയലിനെ കുറിച്ച് ചോദിക്കുകയും ചെയ്യണം. പാർവതി പുത്തനാറിൽ ഒരുപാട് മലിനജലമുണ്ട്. ഇന്ന് ഇരിക്കുന്ന മേയർ എന്താ പറയുന്ന പാർവതി പുത്തനാറിൻ്റെ മലിനജലവും മാലിന്യ വേസ്റ്റും ഡ്രെയിനേജ് വേസ്റ്റും ദേഹത്ത് പുരട്ടിയിട്ട് ചെളിയാണ്, ഞാൻ കഴുകിക്കളഞ്ഞാൽ അത് ഓക്കെ ആവുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വാ തുറക്കണം, എൻ്റെ മേയർ ചേച്ചി ഒന്ന് വാ തുറക്കണം, ഈ ഫയലിനൊന്ന് പുറത്തു വിടണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്.